നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വീണ വിജയൻ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തുകയാണ്. മാസപ്പടി കേസിൽ വീണ ടി അറസ്റ്റിലാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. മുൻകൂർ ജാമ്യത്തിന് സാധ്യതകളൊന്നുമില്ലാതിരിക്കെ വീണ ജയിലിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ എന്ന പരിഗണന കിട്ടുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മുൻ മന്ത്രിയും നിലവിൽ MLA മുഹമ്മദ് റിയാസിന്റെ ഭാര്യ എന്ന പരിഗണനയും നിയമത്തിന് മുന്നിൽ വീണയ്ക്ക് ലഭിക്കില്ല. വീണ വിജയന്റെ അക്കൗണ്ടിൽ കരിമണൽ കർത്ത വെറുതെ കൊടുത്ത പണം പിണറായി വിജയനുള്ള ഉപകാരമായിരുന്നുവെന്ന കേരളത്തിലെ ജനം തിരിച്ചറിയുകയാണ്. വീണ അറസ്റ്റിലായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴികെ നിവർത്തിയുള്ളൂ. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നാണംകെട്ട സംഭവ വികാസങ്ങളിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ. സഖാക്കളെ തെരുവിലിറക്കി യുദ്ധം നയിച്ച് വീണയുടെ അറസ്റ്റ് തടയാൻ CPM നീക്കം നടത്തിയാൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അടിച്ചമർത്തും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ തായ്ക്കണ്ടിയെയും CMRL MD ശശിധരൻ കർത്തയെയും അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റിന്റെ കൈവശമുണ്ട്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനാണ് ED ശ്രമം. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ ഡിവിഷൻ ബെഞ്ചിൽ തള്ളിയ സാഹചര്യത്തിൽ ED കർക്കശമായ നടപടികളിലേക്കാണ് നീങ്ങുന്നത്. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണത്തിന് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വീണയെ രക്ഷിക്കാൻ പിണറായി വിജയനോ CPM പാർട്ടിക്കോ ഒന്നും ചെയ്യാനാകില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നു ചേർന്നിരിക്കുന്നത്. 2016 മുതൽ 2020-21 വരെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി CMRL നിന്ന് സേവനമൊന്നുമില്ലാതെ 2,78,00,000 രൂപ വാങ്ങിയത് എന്തിനെന്ന ചോദ്യത്തിന് വീണയ്ക്ക് പറയാൻ ഉത്തരമില്ല. എന്തിനു കൊടുത്തു എന്നതിനും ഉത്തരമില്ല. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടി അറസ്റ്റിലായാൽ CPM രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിത്തറയാണ് കേരളത്തിൽ ഇളകാൻ പോകുന്നത്. കരിമണൽ കമ്പനിയുമായി വീണയും എക്സാലോജിക്കും ഉണ്ടായ കരാർ പകർപ്പും വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് രേഖകളും ED ശേഖരിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണയെ പൂട്ടാൻ തന്നെയാണ് EDയുടെ നീക്കമെന്നാണ് ഈ പോക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2016 ഡിസംബർ 30-ന് CMRLലുമായി വീണ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് 2-ന് എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാട് രേഖകളടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും ED ശേഖരിച്ച ശേഷമാണ് വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതിനു പുറമെ എക്സാലോജിക്കിലെ ജീവനക്കാരുടേതടക്കമുള്ള മൊഴികളുടെ പകർപ്പും EDയുടെ കൈവശമുണ്ട്. കേസിൽ നടപടികളെല്ലാം വേഗത്തിലാക്കാനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന EDയുടെ യോഗത്തിൽ തീരുമാനമായത്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ വീണയ്ക്ക് കിട്ടിയ 1 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് ED പ്രധാനമായും ചോദിച്ചറിയുക. ഈ വെള്ളിയാഴ്ച രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് വീണയ്ക്ക് സമൻസ് നൽകിയിരിക്കുന്നത്. CMRL നിന്ന് കൈപ്പറ്റിയ 1 കോടി രൂപ സ്ഥലം വാങ്ങാനാണോ അതോ മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാനാണോ വിനിയോഗിച്ചതെന്ന് ED കൃത്യമായി പരിശോധിക്കും. കേസിൽ CMRLും എക്സാലോജിക്കും തമ്മിലുണ്ടാക്കിയ കരാറുകൾ, കൈമാറിയ തുക എന്നിവ സംബന്ധിച്ച നിരവധി പേജുകളുള്ള ചോദ്യാവലിയാണ് ED ഇതിന് തയ്യാറാക്കിയിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് SFIO ശേഖരിച്ച 134 സുപ്രധാന രേഖകൾ EDക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസം കലൂർ PMLA കോടതി ഉത്തരവിട്ടിരുന്നു. ഈ രേഖകളിലെ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യലും അടുത്ത നടപടിയായി അറസ്റ്റും ഉണ്ടാകുക. അറസ്റ്റ് രേഖപ്പെടുത്താതെ വീണയെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യത വിരളമാണെന്നാണ് സൂചനകൾ. അധികാരത്തിന്റെ പിൻബലത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കോഴ വാങ്ങി എന്നതാണ് പ്രസക്തമായ കാര്യം. കൊച്ചിയിൽ ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ടാണ് കേസ് വിലയിരുത്തുന്നതും വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതും. ഇലക്ട്രോണിക് തെളിവുകളുടെയും റെയ്ഡുകളിൽ പിടിച്ചെടുത്ത രേഖകളുടെയും പകർപ്പുകൾ EDയുടെ കൈവശമുണ്ട്. മരവിപ്പിച്ച 18 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. ചെന്നൈ സോണൽ ഓഫീസിലെ സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ, കൊച്ചി ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന ചെന്നൈയിലെ അഡീഷണൽ ഡയറക്ടർ അഭ്യുദയ് ആനന്ദ് എന്നിവർക്ക് പുറമെ ഡൽഹി ആസ്ഥാനത്തെ പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കടവന്ത്രയിലെ ഓഫീസിൽ വീണയെ ചോദ്യം ചെയ്യാനുണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.